ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് അവസാനഘട്ട തയ്യാറെടുപ്പിന് സഹായകരമാകുന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. 2024 PSC ചോദിച്ചിട്ടുള്ള തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്കിത് ഉപയോഗപ്പെടുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഇത് പഠിച്ച ശേഷം മാത്രം പരീക്ഷയ്ക്ക് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ജാവലിനാണ്, ജാവലിൻ. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ ആണ്, നിതിൻ മധുക്കർ ജാംദാർ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത് എവിടെയാണ്? മദ്രാസിലാണ്, മദ്രാസിൽ. 1913 തുടങ്ങിയ ഖദ്ദാർ മൂവ്മെന്റിന്റെ നേതൃത്വം നൽകിയത് ആരായിരുന്നു? 1913 തുടങ്ങിയ ഖദ്ദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരാണ്? ലാലാ ഹർദയാലാണ്, ലാലാ ഹർദയാൽ. തിരിച്ചും അത് ഓർത്തിരിക്കുക കേട്ടോ. ഗദ്ദാർ മൂവ്മെന്റ് ലാലാ ഹർദയാൽ തുടങ്ങിയതാണ് ഗദ്ദാർ മൂവ്മെന്റ്. കണക്ട് ചെയ്ത് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. താഴെ പറയുന്നവയിൽ ബാലഗംഗാധര തിലകന്റെ ജേണൽ ഏതാണ്? ചുവടെ തന്നിരിക്കുന്നവയിൽ ബാലഗംഗാധര തിലകന്റെ ജേണലാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ആരംഭിച്ചിട്ടുള്ളതാണ്, മഹാത്മാഗാന്ധിയുടേതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ, നമുക്കറിയാവുന്നതാണ്. യങ് ഇന്ത്യയും മഹാത്മാഗാന്ധിയുടേതാണ്. ഇന്ത്യൻ മിറർ എന്നത് ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെയാണ് കേട്ടോ. ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ചിട്ടുള്ള ഡെയിലിയാണ് ഇന്ത്യൻ മിറർ എന്നത്. ഓക്കെ, അപ്പോൾ ബാലഗംഗാധര തിലകിൻ്റെ ജേണൽ ഏതാണ്? മറാത്തയാണ് കേട്ടോ, മറാത്ത. താഴെ പറയുന്നവയിൽ ബാലഗംഗാധര തിലകിൻ്റെ ജേണൽ മറാത്തയാണെന്ന് ഓർക്കുക. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്തത് ഡോക്ടർ BR അംബേദ്കർ ആണ്, ഡോക്ടർ BR അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ലോർഡ് ലിൻ ലിത്ഗോ ആണ്, ലോർഡ് ലിൻ ലിത്ഗോ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ലോർഡ് ലിൻ ലിത്ഗോ. PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്, രാഷ്ട്രപതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം എടുത്തത്? മൗലിക കടമകൾ സോവിയറ്റ് യൂണിയൻ USSRൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം 30 വയസ്സാണ്, 30 വയസ്സ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമല്ലാത്ത ആൾ ആരാണ്? ഇവിടെ തന്നിട്ടുള്ളവയിൽ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നില്ല കേട്ടോ. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 25 ആണ്, ആർട്ടിക്കിൾ 25 ആണ്. അടുത്ത ചോദ്യം: രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്, പയ്യന്നൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചത് എന്നാണ്? 1932 ഒക്ടോബർ 2 കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിക്കാൻ കാരണം ആരാണ്? അദ്ദേഹമാണ് ഗാന്ധിജി. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ്? ഗാന്ധിജിയുടെയാണ് കേട്ടോ. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ലോർഡ് കഴ്സൺ ആണ്, ലോർഡ് കഴ്സൺ. അടുത്ത ചോദ്യം: സെബിയുടെ പൂർണ്ണ രൂപം എന്ത്? SEBI എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ്? പാരീസ് ഒളിമ്പിക്സിൽ
അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 40 40. അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അഗ്നി, സൂര്യ എന്നത് മിസൈൽസ് ആണ് കേട്ടോ, മിസൈലുകളാണ്. അഗ്നി, സൂര്യ എന്നിവ മിസൈലുകളാണ്. ഓക്കെ. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? മറ്റൊരു ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട് ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന്. നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. നോക്കാം എന്താണ് ഉത്തരപർവ്വത മേഖല. അപ്പോൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഈ ഉത്തരപർവ്വത മേഖല. ഓക്കെ. ഇന്ത്യയുടെ ഈ ഒരു ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, പിന്നെ നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം. ഓക്കെ. എത്ര എണ്ണമാണ്? 8 എണ്ണം വരുന്നുണ്ട്. അത് കൂടാതെ ത്രിപുര, ജമ്മു കാശ്മീർ, ലഡാക്ക് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും 9 സ്റ്റേറ്റ്സും ആണ് വരുന്നത് കേട്ടോ. ഒന്നുകൂടെ പറയാം. ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര, പിന്നെ ജമ്മു കാശ്മീർ, ലഡാക്ക്. ഓക്കെ ആണോ? നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി. ഓക്കെ. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാദ്രിയിലാണ് കേട്ടോ. ഹിമാദ്രിയിലാണ് എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എവറസ്റ്റ് മാത്രമല്ല അതുപോലുള്ള വമ്പൻ പർവ്വതങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ പർവ്വതങ്ങൾ? കാഞ്ചൻജംഗ, അന്നപൂർണ, നങ്ക പർവ്വതം എന്നീ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയും ഹിമാദ്രിയാണ് കേട്ടോ. ഓർത്തിരിക്കുക. അടുത്തത് നാഗ ഗാസിഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. നാഗ ഗാസിഗാരോ കുന്നുകൾ പൂർവാചലിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 3 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവ അതിർത്തി പങ്കിടുന്നുണ്ട്. ഹരിയാനയാണ് നമ്മുടെ ആൻസർ കേട്ടോ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. ഓക്കെ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. ശരിയാണോ? അല്ല. ഗ്രാമപഞ്ചായത്തുകളെയാണ് വാർഡുകളായിട്ട് തിരിക്കുന്നത്. നിരവധി വാർഡുകൾ ചേർന്നതാണ് ഗ്രാമപഞ്ചായത്ത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. നമ്മളോട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ. കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കേരളത്തിൻ്റെ സമുദ്രതീരം ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം.
കേരളത്തിന്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരളത്തിന്റെ കടൽ തീരം 590 കിലോമീറ്റർ ആണ്. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി. അഡാക്ക് എന്ന കേരള ജലകൃഷി വികസന ഏജൻസി. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് അഡാക്ക് എന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും തന്നെ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആരാണ്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ആ ഉപഗ്രഹം? ഇൻസാറ്റ് 3DS ആണ്. ഇൻസാറ്റ് 3DS ആണ് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഈ അടുത്ത് വിക്ഷേപിച്ചത്. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റീരിയോസ്കോപ്പാണ്. സ്റ്റീരിയോസ്കോപ്പ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ. കോണ്ടൂർ രേഖ. ദൊഡ്ഡബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏതാണ്? അത് നീലഗിരി കുന്നുകളാണ്. ദൊഡ്ഡബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകളിലാണ് കേട്ടോ. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ. മഴനിഴൽ പ്രദേശം ചിന്നാറാണ്. ഓക്കെ. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ആരാണ്? ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം മനു ബകാർ ആണ്. മനു ബകാർ. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇതിന്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവം MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. ഹരിത വിപ്ലവം വ്യാവസായ വികസനം സാധ്യമാക്കി. അതെയോ? അല്ലല്ലോ. ആഗോളതലത്തിൽ കാർഷിക വികസനമാണ് ഹരിത വിപ്ലവം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മളോട് ശരിയായിട്ടുള്ളവയാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3 എന്നിവയാണ് ശരി. ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. പാലിൻ്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? പാലിൻ്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? 16-ാം ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത് അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 312 ആണ്. ആർട്ടിക്കിൾ 312. യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 7-ാമത്തെ പട്ടികയിലാണ്. 7-ാമത്തെ പട്ടിക. യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ 7-ാമത്തെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ. UPSCയെ സംബന്ധിക്കുന്ന പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം.
യൂണിയൻ പബ്ലിക് സർവീസിന്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഇത്തരത്തിലൊരു പ്രസ്താവനയൊന്നും ഭരണഘടന അനുശാസിക്കുന്നില്ല. 62 വയസ്സാണ് വിരമിക്കൽ പ്രായം. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 65 വയസ്സാണ്. 65 വയസ്സ് അല്ലെങ്കിൽ 6 വർഷമോ 65 വയസ്സോ ആണ്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ് കാലാവധി പ്രായം വരുന്നത് കേട്ടോ. അപ്പോൾ അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഓക്കെ, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇത്തരത്തിൽ കണ്ടോ, ഇതാ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഭരണഘടന അനുശാസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് മിക്കവാറും റോങ് ആയിരിക്കാനാണ് ചാൻസ്. ഒന്ന് ശ്രദ്ധിക്കുക, അതൊരു കീവേഡായിട്ടൊന്ന് ഓർത്തിരുന്നാലും മതി. ഭരണഘടന അനുശാസിക്കുന്നു എന്ന് പറഞ്ഞു വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് മിക്കതും തെറ്റാവാനായിട്ടുള്ള ചാൻസസ് ആണ് കൂടുതൽ. ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. പുറത്താക്കാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്, നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. 6 അല്ലെങ്കിൽ 65 വയസ്സാണ് കാലാവധി വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ആൻസർ ശരിയായ വസ്തുതയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി 3 മാത്രമാണ് ശരി. ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ഫിനാൻസ് കമ്മീഷൻ 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. ഈ സമിതിയുടേത്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമില്ല എന്നത് ഇത് കോൺട്രാഡിക്ഷൻ ആണല്ലോ. അപ്പം 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 23ന്റെ ആൻസർ നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരി എന്നത്. ഓക്കെ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1993 രൂപീകൃതമായി എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. 102ാം ഭരണഘടനാ ഭേദഗതിയാണ്, ഓർത്തിരിക്കുക. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ഭരണഘടനാ ഭേദഗതി 102 കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്, പ്രധാനമന്ത്രിക്കല്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഓക്കെ, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1, 2, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ആറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ നരേന്ദ്ര മോദിയാണ്. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാന. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാനയാണ്. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ്? കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത പത്മ രാമചന്ദ്രൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 309ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 309ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം കേരള ഗവൺമെന്റിന്. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ. വിവാഹബന്ധം വേർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാണ്? അത് ഷാ ബാനു കേസ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
ദേശീയ ദുരന്ത നിവാരണ നയമനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ദേശീയ ദുരന്ത നിവാരണ നയമനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് ഏത്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നതും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിക്കുന്നു. ഈ പ്രസ്താവനയും ശരിയാണ്. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 4 തന്നെ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്തു നിന്നു തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? കാതോർത്ത് പദ്ധതിയാണ് കേട്ടോ. കാതോർത്ത് പദ്ധതി വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് കൗൺസിലിംഗ്, അതുപോലെ നിയമസഹായം എന്നിവ നൽകുന്ന പദ്ധതിയാണ് കാതോർത്ത് പദ്ധതി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ്. സതീദേവി. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ? ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. സെറിബെല്ലം ശരീരത്തിൻ്റെ തുലനനില പരിപാലിക്കുന്നു. സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമാണ്. മെഡുല്ല ഒബ്ലാങ്കറ്റ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇത് തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മെഡുല്ല ഒബ്ലാങ്കറ്റ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. വഹിക്കുന്നതാണ്. അപ്പോൾ 3ഉം 4ഉം തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. നമ്മളോട് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 3ഉം 4ഉം ആണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ. ചോദ്യം എല്ലാം കൃത്യമായിട്ട് തന്നെ വായിക്കണേ. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആണെങ്കിലും ചോദ്യം കൃത്യമായിട്ട് വായിച്ചില്ലെങ്കിൽ തെറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിയായ ജോഡികളാണ് ചോദിച്ചിട്ടുള്ളത്. ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും. ജീവകം എ നിശാന്തതയാണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ജീവകം B1 മൂലമുണ്ടാവുന്നത്, ജീവകം B1ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാവുന്നത് ബെറിബറിയാണ്. ഇതും തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ബെറിബറിയാണ്. ജീവകം B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയയാണ്. ജീവകം B9ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം ഡിയുടേത് റിക്കറ്റ്സ് ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. അപ്പോൾ ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 1ഉം 4ഉം ആണ് ശരി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമാകുന്ന രോഗാണു ഏത്? ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമാകുന്ന രോഗാണുവാണ് ഏതാണ്? വൈറസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമാകുന്ന രോഗാണുവാണ് വൈറസ്. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ എന്നിവയെല്ലാം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. ഉയർന്ന രക്തസമ്മർദ്ദം പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന അസുഖമല്ല. ഹൈപ്പർ ടെൻഷൻ എന്നത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഇവിടെ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 4, ഇവിടെ 4ാമത്തത് മാത്രമാണ് ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ എന്നതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? നോക്കാം. എലിപ്പനി, ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന രോഗങ്ങളാണ്. ക്ഷയം ബാക്ടീരിയൽ രോഗമാണ്, എന്നാൽ എയ്ഡ്സ് വൈറസ് രോഗമാണ്. മലമ്പനി പ്ലാസ്മോഡിയമാണ്.
വട്ടച്ചൊറി ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ വൈറൽ രോഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേതാണ് ശരിയായിട്ടുള്ളത്. എലിപ്പനി അതുപോലെ ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയൽ രോഗങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ ക്ഷയം തന്നിട്ടുണ്ടെങ്കിലും രണ്ടാമത്തേതിൽ ക്ഷയം തന്നിട്ടുണ്ടെങ്കിലും എയ്ഡ്സ് വൈറസ് രോഗമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്ത് കണ്ടോ, ഓപ്ഷനിൽ 1ഉം 2ഉം എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവ രണ്ടും ബാക്ടീരിയൽ ആണെങ്കിൽ നമുക്കിത് ആൻസർ ആയിട്ട് വരുള്ളൂ കേട്ടോ. ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തത്, പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായിട്ടുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. നയനാമൃതം പദ്ധതി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്? സ്റ്റാൻഡർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് എന്നത് ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്? വരൾച്ചയാണ് കേട്ടോ. വരൾച്ച നിരീക്ഷിക്കുന്നതിനായിട്ടുള്ള ഉപകരണമാണ് SPI എന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെയിലാണ്. IIT ബോംബെ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇതിങ്ങനെ തിരിച്ചു തന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റണം. ഇത് മാറിപ്പോരുത്. ആൻസർ അറിയാമെങ്കിലും മെൻഷൻ ചെയ്യുന്ന സമയത്ത് മാറിപ്പോരുത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. അത് ഓപ്ഷൻ എയിലാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് PC ഗോപാലൻ. PC ഗോപാലൻ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായത് 1998 1998. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? പാർവതി ബറുവയാണ്. പാർവതി ബറുവ. 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി ആരാണ്? 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രിയാണ് K. രാധാകൃഷ്ണൻ. K. രാധാകൃഷ്ണൻ. വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ്? വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്നത് ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ എന്നതാണ്. ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കലാണ് 66A ബന്ധപ്പെട്ട വിഷയം. ഓക്കെ, ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? ക്ലൗഡ് സർവീസ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ആണ് NIC എന്നത്. NIC. അടുത്ത ചോദ്യം, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് എന്നത്. മെഡിസെപ്പ്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. പ്രസിഡന്റ്. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു കേട്ടോ. ബാലാമണി അമ്മയല്ല. തെറ്റായിട്ടുള്ള ആൻസർ ആണിത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു. 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് P. സതീദേവിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് P. സതീദേവിയാണ്. 7ാമത്തെ വ്യക്തിയാണ് കേട്ടോ. നിലവിലെ
കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി. അദ്ദേഹം 7ാമത്തെ വ്യക്തിയാണ്, അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന 7ാമത്തെ വ്യക്തിയാണ്. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? നെഫ്രൈറ്റിസ് എന്നത് വൃക്കയെ ബാധിക്കുന്ന രോഗമാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? പിത്തരസത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് തന്നിട്ടുള്ളത്. പിത്തരസം കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, വൃക്കയല്ല കേട്ടോ. പിത്തരസം കരൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിത്തരസത്തിൽ എൻസൈമുകളില്ല, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഗാൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്താശയത്തിൽ സംഭരിക്കപ്പെടുന്നു. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു എന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പിത്തരസത്തിൽ എൻസൈമുകളില്ല, പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. ഓക്കെ, അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1, 3 ആണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്നത്. സിറോഫ്താൽമിയ, വൈറ്റമിൻ എയുടെ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14 ആണ്. നവംബർ 14. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ കൂട് പദ്ധതി. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ കൂട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. ഇവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. നാനാ സാഹിബ് കാൺപൂരാണ്. നാനാ സാഹിബ് കാൺപൂരാണ്. മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലാണ്. മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലാണ്. കൺവർ സിംഗ് എവിടെയാണ്? കൺവർ സിംഗ് ആരയിലാണ്. ബീഹാറിലെ ആരയിലാണ് കൺവർ സിംഗ്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലുമാണ്. ഓക്കെ, ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലുമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം? ശരിയല്ലാത്തവയാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സത്യാഗ്രഹം ചമ്പാരനാണ്. ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ഗാന്ധിജി ഇന്ത്യയിലെ ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തു എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. BR അംബേദ്കർ ആണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ളത്. ഡോക്ടർ BR അംബേദ്കർ ആണ്, ഗാന്ധിജി അല്ല. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയല്ലാത്തവയാണ് ചോദിച്ചിട്ടുള്ളത്. 1, 3 ആണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 3. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ തിരൂരാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബേപ്പൂർ തിരൂർ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശമാണ്. ആന്ധ്ര കേസരി ടി പ്രകാശം. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന വാചകങ്ങൾ ശരിയാണ്. ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ്? ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു.
അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉയരം ഏകദേശം 13 കിലോമീറ്റർ വരെയാണ്. 13 കിലോമീറ്റർ വരെയാണ്. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്, ട്രോപ്പോസ്ഫിയറിലല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആര്? കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് MGS നാരായണനാണ്. MGS നാരായണൻ. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ നദിയിലാണ്. ഇത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42 ആണ്. 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏതാണ്? 1978ലാണ് ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. ലോകസഭയുടെ പ്രഥമ സ്പീക്കർ ആരാണ്? ലോകസഭയുടെ പ്രഥമ സ്പീക്കർ GV മാവ്ലങ്കാർ ആണ്. GV മാവ്ലങ്കാർ. പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് 2019 ഡിസംബർ 11 2019 ഡിസംബർ 11. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏത്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ചുവടെ തന്നിട്ടുള്ളവയിൽ വരുമാന നികുതിയാണ്. വരുമാന നികുതി. ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക. ഇവിടെ തന്നിട്ടുള്ളവയിൽ ഭരണഘടന ഇതര സ്ഥാപനമാണ് നീതി ആയോഗ്. നീതി ആയോഗ്. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 74ാം ഭരണഘടനാ ഭേദഗതി, നഗരപാലിക ആക്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആര്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ജസ്റ്റിസ് MM പരീദ് പിള്ളയാണ്. MM പരീദ് പിള്ള. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം? കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം 1969. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ 100 ദിവസമാണ്. 100 ദിവസം. അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? അന്തർവാഹിനികളുടെ നിർമ്മാണം ആർക്കിമിഡീസ് തത്വവുമായി ബന്ധപ്പെട്ടാണ്. അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആർക്കിമിഡീസ് തത്വം. UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്നു പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? എക്സ് തരംഗമാണ് കേട്ടോ. എക്സ് തരംഗം. UV തരംഗം ഒരു ലോഹത്തിൽ വന്നു പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ എക്സ് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക എന്നത് ഓർത്തിരിക്കുക. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് പാർസെക് ആണ്. പാർസെക്. ഓക്കെ. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ളവയിൽ ഉപ്പുവെള്ളം എന്നത്. ഓക്കെ. ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് ഉപ്പുവെള്ളം. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ മർദ്ദം കൂടുകയും ഊഷ്മാവ് കുറയുകയും ചെയ്യുന്ന സാഹചര്യം ഏറ്റവും അനുകൂലമായതാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗത്തിൽ ക്രമപ്പെടുത്താം? ഏതെല്ലാം വിഭാഗത്തിലാണ്? സ്വർണ്ണാഭരണം ഒരു മിശ്രിതമാണ്, പഞ്ചസാര സംയുക്തമാണ്, ഉപ്പുവെള്ളം എഗെയിൻ ഒരു മിശ്രിതമാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ.
നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM എത്ര ശതമാനത്തിൽ കൂടുതലായിരിക്കും? നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM 70% കൂടുതലായിരിക്കും. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണന്റെ നോവൽ ഏതാണ്? ആൽഫ എന്ന നോവലാണ് കേട്ടോ. ആൽഫ. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം TD രാമകൃഷ്ണന്റെ ആൽഫ എന്ന നോവലിലുള്ളതാണ്. ഓക്കെ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണുള്ളത്. ഒന്ന് കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് ആ 3 നദികൾ. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? പമ്പ കിഴക്കോട്ടാണോ? അല്ല, പടിഞ്ഞാറോട്ടാണ്. തെറ്റാണ്. പാമ്പാർ പടിഞ്ഞാറോട്ടാണോ? അല്ല, അതും തെറ്റാണ്. പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ്. ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഭാരതപ്പുഴയുടെ ട്രിബ്യൂട്ടറി ആയിട്ട് വരുന്ന നദിയാണ് കുന്തിപ്പുഴ. പെരിയാറ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ്. തെറ്റാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 3 ആണ്, സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതി 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ. അതിൽ സമതല പ്രദേശമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഉൾപ്പെടുന്നത് ഇവ 3 1, 2, 3 എന്നിങ്ങനെ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായവയാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ശരിയായിട്ടുള്ളത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് കേട്ടോ. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്നാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന 1ഉം 2ഉം ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല. വരയാടിനെ നീലഗിരി താർ, വരയാട് എന്നത് നീലഗിരി താറാണ്, സംരക്ഷിക്കാൻ വരയാടിനെ സംരക്ഷിക്കുന്നതിനായിട്ട് പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നീലഗിരി താറിനെ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായിട്ട് രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. വിദ്യാവാഹൻ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട് ജില്ല. വയനാട്. തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1 1949 ജൂലൈ 1. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2ാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2ാമത്തെ കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടം. നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണുകൃഷ്ണ ചിപ്ലങ്കർ ആണ്. വിഷ്ണുകൃഷ്ണ ചിപ്ലങ്കർ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. സി ബാലകൃഷ്ണൻ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം എന്താണ്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഈ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്നതാണ്. 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് തുഷാർ ദേശ്പാണ്ഡെ ആണ്. തുഷാർ ദേശ്പാണ്ഡെ.
ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആരാണ്? ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് വി മധുസൂദനൻ നായരാണ്. വി മധുസൂദനൻ നായർ. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14നാണ്. 2023 ജൂലൈ 14. മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് വി കെ മോഹൻ കമ്മീഷൻ. വി കെ മോഹൻ കമ്മീഷൻ. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ്? വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖലയാണ് നാഷണൽ പാർക്കുകൾ. നാഷണൽ പാർക്കുകൾ. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ എന്നത്? വെള്ളായണി ഹ്രസ്വ എന്നത് കിഴങ്ങുവർഗമാണ്. കിഴങ്ങുവർഗം. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന രോഗമാണ് ഡയേറിയ. ഡയേറിയ. മനുഷ്യരക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം ഏതെന്ന് തിരിച്ചറിയുക. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു എന്നതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ ധമനികളും സിരകളും ഇത്തരത്തിലല്ല പ്രവഹിക്കുന്നത്. കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കൊറോണറി ധമനി ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ SCERT ന്യൂ SCERT ചാപ്റ്ററിൽ ഇത് പഠിച്ചതാണ് കൃത്യമായി തന്നെ. അപ്പോൾ അതിൽ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. പ്രസ്താവന 4 ശരിയാണ് എന്നതാണ് നമ്മുടെ ആൻസർ കേട്ടോ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയാണ് ഈ കോളി ബാക്ടീരിയ. ഈ കോളി ബാക്ടീരിയ. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. ആറ്റത്തിലെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയില്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയില്ലാത്ത കാർബണിന്റെ രൂപാന്തരമാണ് കൽക്കരി. കൽക്കരി. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? എല്ലാ ധാതുക്കളും അയിരുകളാണ്. ആണോ? അല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ ധാതുക്കളും അയിരുകളല്ല. ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നവയായിരിക്കണം ലോഹധാതുവിന്റെ അയിര്. ഓക്കെ, അപ്പോൾ ഇതിൽ 2ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു എന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു ജനറേറ്ററിൽ കേട്ടോ. ശ്രവണബോധം ഉളവാക്കുവാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശ്രവണബോധം ഉളവാക്കുവാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് ശരിയായിട്ടുള്ളത്? നോക്കാം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശരിയാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്.
ശബ്ദത്തിനു സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തിനു സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. കാണുമ്പോൾ ഏകദേശം ഒരുപോലെ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കണം, 20,000 ഹെഡ്സ് വരെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 1ഉം 2ഉം മാത്രം ശരിയാണ്. കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് സാരഥി. ഏതു മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം എന്നത് ശാസ്ത്രജ്ഞർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് കേട്ടോ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷയാണ് ഏതാണ്? വയോമിത്രം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷയാണ് വയോമിത്രം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ഏതാണ്? ചിക്കൻ ബോക്സ് ആണ്. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ചിക്കൻ ബോക്സ് ആണ്. ജീവകം B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ വേദന കുറയ്ക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക, ജീവൻ രക്ഷിക്കുക. ഇവയെല്ലാം തന്നെ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങളാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ആൻസർ. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം അനാരോഗ്യകരമായ ഭക്ഷണശീലം. മാംസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? മാംസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ക്വാഷിയോർക്കർ ആണ്. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? 2024 ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നോക്കുക, COVID-19 കാരണമായ രോഗാണുക്കൾ വൈറസ് വിഭാഗത്തിലാണ് പെടുന്നത്. ഈസി ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? നോക്കാം ബാക്കി. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി. മാരക അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം പദ്ധതി. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ബോർഡെറ്റെല്ല പെർട്ടൂസിസ്. ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിനാണ് വെരിസെല്ല വാക്സിൻ. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? 2023 ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗം. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണ്? ശ്രുതി തരംഗം. കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമാണ് ശ്രുതി തരംഗം. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056 എന്നത്. 1056. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും തന്നെ മാക്സിമം ഈ ചോദ്യങ്ങളും അതിൻ്റെ സോഴ്സും എല്ലാം തന്നെ ഉപയോഗപ്രദമാക്കുക. നാളത്തെ പരീക്ഷ എല്ലാവരും നന്നായിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യുക. ഇത്രയും കാലം നമ്മൾ പഠിച്ചതിനുള്ള റിസൾട്ട് കിട്ടാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.